ക്ലിനിക്കൽ കെമിസ്ട്രിയിൽ ഇന്ന് നാം പഠിക്കുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ എന്നിവയാണ്. അധ്യയന വർഷാവസാനം അടുക്കുകയാണ്. പരീക്ഷയെ ലക്ഷ്യമാക്കി കൂടുതൽ ഗൗരവത്തോടെ പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിന് ഒരു നോട്ട് പുസ്തകവും പേനയും കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. ആദ്യം റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് RFT. വൃക്കകളുടെ പ്രവർത്തനം മനസ്സിലാക്കാനും രോഗാവസ്ഥ കണ്ടെത്താനും സഹായകമാകുന്ന പരിശോധനകളാണ് RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. They are a group of tests to evaluate the function of kidney. പ്രധാനപ്പെട്ട പരിശോധനകൾ ബ്ലഡ് യൂറിയ, സീറം ക്രിയാറ്റിനിൻ, സീറം യൂറിക് ആസിഡ്, സീറം ഇലക്ട്രോലൈറ്റ്, സീറം ടോട്ടൽ പ്രോട്ടീൻ, സീറം ആൽബുമിൻ, ക്ലിയറൻസ് ടെസ്റ്റ്, യൂറിൻ മൈക്രോ ആൽബുമിൻ, പ്ലാസ്മ സിസ്റ്റാറ്റിൻ C എന്നിവയാണ്. ബ്ലഡ് യൂറിയ എസ്റ്റിമേഷൻ RFTയിലെ പ്രധാന ടെസ്റ്റാണ്. പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രൊഡക്റ്റാണ് യൂറിയ. പ്രോട്ടീനുകൾ നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകളാണ്. നൈട്രോജീനിയസ് സബ്സ്റ്റൻസസ് എന്നാണ് പ്രോട്ടീൻ അറിയപ്പെടുന്നത്. എന്നാൽ പ്രോട്ടീൻ അല്ലാത്ത നൈട്രജൻ അടങ്ങിയ രാസവസ്തുക്കളുമുണ്ട്. അവയാണ് NPN സബ്സ്റ്റൻസസ് അഥവാ നോൺ പ്രോട്ടീൻ നൈട്രോജീനിയസ് സബ്സ്റ്റൻസസ് എന്ന് അറിയപ്പെടുന്നത്. യൂറിയ, ക്രിയാറ്റിൻ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് തുടങ്ങിയവ NPN സബ്സ്റ്റൻസുകളിൽ പെട്ടവയാണ്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന NPN സബ്സ്റ്റൻസുകളിൽ 50% യൂറിയയാണ്. യൂറിയ ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ ഫ്രം അമോണിയ. അമോണിയയിൽ നിന്ന് കരളിലാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിലെ യൂറിയ കിഡ്നി വഴി വിസർജിക്കപ്പെടുന്നു. ആവറേജ് നോർമൽ യൂറിയ കോൺസെൻട്രേഷൻ ഈസ് 15 to 40 mg/dL. റീനൽ ഡിസീസസ്. വൃക്കരോഗങ്ങളിൽ ബ്ലഡ് യൂറിയയുടെ അളവ് വർദ്ധിക്കുന്നു. യൂറിനറി ഒബ്സ്ട്രക്ഷൻസ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ബേൺസ്, ഷോക്ക് തുടങ്ങിയവയും ബ്ലഡ് യൂറിയ കൂടുന്ന രോഗാവസ്ഥകളാണ്. കരൾ രോഗങ്ങളിലാണ് ബ്ലഡ് യൂറിയ കുറഞ്ഞു കാണുന്നത്. ബ്ലഡ് യൂറിയ എസ്റ്റിമേഷന് പ്രധാനമായും 3 രീതികളാണുള്ളത്. ഡൈഅസറ്റൈൽ മോണോക്സിം, DAM മെത്തേഡ്, എൻസൈമാറ്റിക് യൂറിയേസ് മെത്തേഡ്, ബെർത്തലോട്ട് മെത്തേഡ്. യൂറിയ എസ്റ്റിമേഷന് ബെർത്തലോട്ട് മെത്തേഡാണ് കോമൺ ആയി ഉപയോഗിക്കുന്നത്. യൂറിയേസ് എൻസൈം യൂറിയയെ അമോണിയയും കാർബൺ ഡയോക്സൈഡുമായി ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അങ്ങനെയുണ്ടാകുന്ന അമോണിയ ഒരു ക്രോമോജനുമായും ഹൈപ്പോക്ലോറൈറ്റുമായും ചേർന്ന് ഗ്രീൻ കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ കളർ ഇൻറ്റൻസിറ്റി ഒരു കളറിമീറ്ററിൽ പരിശോധിക്കുന്നു. ഇതാണ് ബെർത്തലോട്ട് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. Urease hydrolyzes urea to ammonia and carbon dioxide. The ammonia formed reacts with phenolic chromogen and hypochlorite to form a green colored complex. Intensity of the color formed is directly proportional to the amount of urea present in the sample and is measured colorimetrically. RFTയിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രധാന ടെസ്റ്റാണ് സീറം ക്രിയാറ്റിനിൻ എസ്റ്റിമേഷൻ. Creatinine is a waste molecule produced from creatine by muscle metabolism. മസിലുകളിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് എനർജി പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ക്രിയാറ്റിനിൻ ഉണ്ടാകുന്നത്. ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയതിനാൽ കിഡ്നി ഇതിനെ രക്തത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ഇറ്റ് ഈസ് ഫിൽറ്റേർഡ് ബൈ കിഡ്നി ഫ്രം ബ്ലഡ്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ എസ്റ്റിമേഷൻ റീനൽ ഫംഗ്ഷനെ, പ്രത്യേകിച്ച് ഗ്ലോമറുലാർ ഫിൽട്രേഷനെ അസസ് ചെയ്യാൻ ഏറെ സഹായകമാണ്. Creatinine estimation gives a measure of glomerular filtration and it is a reliable indicator of renal function. നോർമൽ റേഞ്ച് 0.6 to 1.2 mg/dL ആണ്. പ്രധാനമായും 2 എസ്റ്റിമേഷൻ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ജാഫീസ് ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ്, ക്രിയാറ്റിനേസ് മെത്തേഡ് എന്നിവയാണവ.
Estimation of serum creatinine by Jaffe's kinetic method. Principle: creatinine reacts with alkaline picrate to produce red colored complex. The intensity of red color formed during fixed time is directly proportional to creatinine concentration. Creatinine alkaline picrateുമായി പ്രവർത്തിച്ച് റെഡ് കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ കളർ ഇൻറ്റൻസിറ്റി ക്രിയാറ്റിനിൻ കോൺസെൻട്രേഷനുമായി നേർ അനുപാതത്തിലാണ്. ഇൻക്രീസ്ഡ് ക്രിയാറ്റിനിൻ ലെവൽ ഇൻഡിക്കേറ്റ്സ് റീനൽ ഡിസീസ്. സിറം ക്രിയാറ്റിനിൻ ലെവൽ നോർമലിൽ നിന്ന് കൂടുന്നത് വൃക്ക രോഗങ്ങളിലാണ്. എസ്റ്റിമേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് പ്യൂരിൻ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രൊഡക്റ്റാണ്. റീനൽ ഡിസീസസ്, ഗൗട്ട്, ട്യൂമർ, ലുക്കീമിയ തുടങ്ങിയവയിലാണ് സിറം യൂറിക് ആസിഡ് നോർമൽ ലെവലിനേക്കാൾ കൂടി കാണപ്പെടുന്നത്. നോർമൽ റേഞ്ച് ഫീമെയിൽ 2.5 to 6 milligram per deciliter, മെയിൽ 3.4 to 7 milligram per deciliter. യൂറിക്കേസ് മെത്തേഡാണ് എസ്റ്റിമേഷൻ രീതി. Estimation of serum uric acid by uricase method. Principle: uricase transforms uric acid into allantoin, carbon dioxide and hydrogen peroxide by the action of peroxidase and in the presence of 3,5-dichloro-2-hydroxybenzene sulfonic acid and 4-amino-antipyrine. Hydrogen peroxide gives a colored product which can be measured at 520 nanometer colorimetrically. യൂറിക് ആസിഡിനെ അലന്റോയിൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയാക്കി മാറ്റുന്നു. പെറോക്സിഡൈസ് എൻസൈമിൻ്റെ സഹായത്താൽ ഹൈഡ്രജൻ പെറോക്സൈഡ് DHBSുമായും 4-അമിനോ ആൻറ്റിപൈറോയിനുമായും ചേർന്ന് ഒരു കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഈസ് മെഷേർഡ് കളറിമെട്രിക്കലി. ക്ലിയറൻസ് ടെസ്റ്റ്. ഒരു മിനിറ്റ് സമയം കൊണ്ട് കിഡ്നി ഒരു വസ്തുവിനെ എത്ര ml പ്ലാസ്മയിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളുന്നുവെന്ന് കണക്കാക്കുന്നതിനാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ബൈ ദ കിഡ്നി. ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ വിച്ച് കണ്ടെയ്ൻ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ഇൻ 1 minute. It is the measure of glomerular function. സാധാരണ ഉപയോഗത്തിലുള്ള ക്ലിയറൻസ് ടെസ്റ്റുകൾ യൂറിയ ക്ലിയറൻസ്, ക്രിയാറ്റിനിൻ ക്ലിയറൻസ് എന്നിവയാണ്. ക്ലിയറൻസ് ഈസ് ഡിക്രീസ്ഡ് ഇൻ റീനൽ ഡിസീസസ്. വൃക്ക രോഗാവസ്ഥയിൽ ക്ലിയറൻസ് കുറയുന്നതായാണ് കാണുന്നത്. സിസ്റ്റാറ്റിൻ സി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ മാർക്കറാണ്. Cystatin C is a low molecular weight protein synthesized by all nucleated cells at constant rate. They are normally present in plasma, filtered at glomerulus and metabolized in renal tubule. No cystatin C is present in urine unless renal tubular damage. പ്ലാസ്മയിൽ കാണുന്ന സിസ്റ്റാറ്റിൻ സി ഗ്ലോമറുലസിൽ ഫിൽട്ടർ ചെയ്യപ്പെട്ട് റീനൽ ട്യൂബ്യൂളിൽ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നോർമലി യൂറിനിൽ സിസ്റ്റാറ്റിൻ സി കാണപ്പെടുന്നില്ല. റീനൽ ട്യൂബുലാർ ഡാമേജ് ഉണ്ടാകുന്ന അവസ്ഥയിൽ മാത്രമാണ് യൂറിനിൽ സിസ്റ്റാറ്റിൻ സി കാണപ്പെടുന്നത്. വൃക്ക രോഗങ്ങളിൽ സിസ്റ്റാറ്റിൻ സിയുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ വ്യതിയാനം സംഭവിക്കുന്നതിനാൽ പ്ലാസ്മ ലെവൽ കൂടുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്റാറ്റിൻ സിയെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ്റെ മാർക്കറായാണ് പരിഗണിക്കുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് സിസ്റ്റാറ്റിൻ സി ഈസ് എ മാർക്കർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. സിസ്റ്റാറ്റിൻ സി കണ്ടെത്താനുള്ള മെത്തേഡുകൾ ഇമ്മ്യൂണോ അസ്സേ അല്ലെങ്കിൽ നെഫ്ലോമെട്രിക് അസ്സേ എന്നിവയാണ്. മൈക്രോ ആൽബുമിൻ. യൂറിൻ ആൽബുമിൻ പരിശോധന നാം പഠിച്ചതാണ്. 24 മണിക്കൂറിൽ മൂത്രത്തിലൂടെ 300 മില്ലിഗ്രാമിൽ കൂടുതൽ ആൽബുമിൻ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് മെത്തേഡ് പോലുള്ള പരിശോധന വഴി ആൽബുമിനെ കണ്ടെത്താനാകൂ.
എന്നാൽ 30 മുതൽ 300 മില്ലിഗ്രാം വരെയുള്ള ആൽബുമിൻ എക്സ്ക്രീഷൻ ഉണ്ടാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ആൽബുമിനൂറിയ. ഇത് വൃക്കരോഗത്തിൻ്റെ തുടക്കമാണ്. യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഡിറ്റക്ട് ഏർലി സൈൻസ് ഓഫ് കിഡ്നി ഡാമേജ് ഇൻ പീപ്പിൾ വിത്ത് റിസ്ക് ഓഫ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എക്സെട്ര. ഇമ്മ്യൂണോ അസ്സേ, ടർബിഡോമെട്രി എന്നിവയാണ് മൈക്രോ ആൽബുമിൻ കണ്ടെത്താനുള്ള പരിശോധനാ രീതി. ഇനി എൻ്റെ ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. 1. RFTയിൽ ഉൾപ്പെടുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? 2. ഇനി പറയുന്ന പരിശോധനാ രീതികൾ ഏത് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ് ഉപയോഗിക്കുന്നത്? ബർത്ലോട്ട് മെത്തേഡ്, ജാഫീസ് മെത്തേഡ്. 3. സിസ്റ്റാറ്റിൻ സിയുടെയും മൈക്രോ ആൽബുമിൻ്റെയും ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? 4. വൃക്കരോഗങ്ങളിൽ, റീനൽ ഡിസീസസിൽ ഇനി പറയുന്ന ബയോകെമിക്കൽ പാരാമീറ്റേഴ്സിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് പറയുക. ബ്ലഡ് യൂറിയ, സിറം ക്രിയാറ്റിനിൻ, ക്രിയാറ്റിനിൻ ക്ലിയറൻസ്, പ്ലാസ്മ സിസ്റ്റാറ്റിൻ സി. ഉത്തരങ്ങൾ നോട്ടുപുസ്തകത്തിൽ എഴുതി കഴിഞ്ഞ് മാത്രം വീഡിയോ തുടർന്ന് കാണുക. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് LFT. Liver function tests are a group of tests done to assess the function of liver. കരളിൻ്റെ പ്രവർത്തനത്തെയും രോഗാവസ്ഥയെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം പരിശോധനകളാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. LFTയിൽ ഉൾപ്പെടുന്ന പരിശോധനകൾ സിറം ബിലിറൂബിൻ, സിറം ടോട്ടൽ പ്രോട്ടീൻ, സിറം ആൽബുമിൻ, സിറം ഗ്ലോബുലിൻ, സിറം ALT അലാനിൻ ട്രാൻസാമിനേസ്, സിറം AST അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ്, സിറം ALP ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്നിവയാണ്. LFTയിലെ പ്രധാനപ്പെട്ട പരിശോധനയാണ് സിറം ബിലിറൂബിൻ എസ്റ്റിമേഷൻ. ബിലിറൂബിൻ ഈസ് എ വേസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ മെറ്റബോളിസം. RBCകൾ സ്പ്ലീനിൽ വെച്ച് വിഘടിക്കപ്പെടുമ്പോൾ ഹീം, ഗ്ലോബിൻ എന്നീ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു. ഹീമിൽ നിന്നാണ് ബിലിറൂബിൻ ഉണ്ടാവുന്നത്. Bilirubin released in the blood, unconjugated bilirubin, is transported to liver by albumin. In the liver, conjugated with glucuronic acid to form conjugated bilirubin. രക്തത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ബിലിറൂബിൻ ആൽബിനുമായി അറ്റാച്ച് ചെയ്താണ് ലിവറിൽ എത്തിക്കുന്നത്. ഇത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ്. ലിവറിൽ വെച്ച് ഗ്ലൂക്രോണിക് ആസിഡുമായി കോൺജുഗേഷന് വിധേയമാകുന്നു. ഇതാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടർ സോളബിൾ ആണ്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടർ ഇൻസോളബിളും. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ടു ഇൻറ്റസ്റ്റൈൻ ത്രൂ ബൈൽ. നോർമലി വെരി സ്മാൾ എമൗണ്ട് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബൈൽ വഴി ഇൻറ്റസ്റ്റൈനിലേക്ക് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. വളരെ കുറച്ച് മാത്രമാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും കോൺജുഗേറ്റഡ് ബിലിറൂബിനും ചേർന്നാണ് രക്തത്തിലെ ടോട്ടൽ ബിലിറൂബിൻ. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഡയറക്റ്റ് ബിലിറൂബിൻ എന്നും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്നും വിളിക്കാറുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് സിറം ബിലിറൂബിൻ, മലോയ് എവലിൻ മെത്തേഡ്. പ്രിൻസിപ്പിൾ: Diazotized sulfanylic acid react with bilirubin to form purple colored azobilirubin. Diazotized sulfanylic acid ബിലിറൂബിനുമായി പ്രവർത്തിച്ച് പേർപ്പിൾ കളറുള്ള അസോബിലിറൂബിൻ ഉണ്ടാകുന്നു. വാൻഡൻബർഗ് റിയാക്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. The color intensity is measured colorimetrically. Both conjugated and unconjugated bilirubins give purple azobilirubin. Conjugated bilirubin can react directly in water solution, that is direct reaction. Unconjugated bilirubin reacts only in presence of organic solvent like methanol, that is indirect reaction. Conjugated bilirubinum unconjugated bilirubinum അസോബിലിറൂബിൻ ഉണ്ടാക്കുന്നുണ്ട്. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടർ സൊല്യൂഷനിൽ തന്നെ റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ മെഥനോൾ പോലുള്ള ഓർഗാനിക് സോൾവെന്റ് ആവശ്യമാണ്.
അതുകൊണ്ടാണ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് വിളിക്കുന്നത്. സിറം ബിലിറൂബിൻ്റെ നോർമൽ വാല്യൂസ് ടോട്ടൽ ബിലിറൂബിൻ 0.2 to 1 mg/% ആണ്. ഡയറക്റ്റ് ബിലിറൂബിൻ 0.2 to 0.5 mg/% ആണ്. ഇൻഡയറക്റ്റ് ബിലിറൂബിൻ 0.2 to 0.8 mg/% ആണ്. Significance of serum bilirubin. Increase in bilirubin cause yellowish discoloration of skin and mucous membrane and is called jaundice. രക്തത്തിലെ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നത് കാരണം തൊലിയിലും മ്യൂക്കസ് മെംബ്രെയിൻസിലും മഞ്ഞ യെല്ലോ ഡിസ്കളറേഷൻ കാണപ്പെടുന്ന അവസ്ഥയാണ് ജോണ്ടിസ്. ജോണ്ടിസ് 3 വിധത്തിലുണ്ട്: പ്രീ ഹെപ്പാറ്റിക്, ഹെപ്പാറ്റിക്, പോസ്റ്റ് ഹെപ്പാറ്റിക്. രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുന്നത് ഹീമോളിസിസ് പോലുള്ള കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അത് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. ഹീമോളിറ്റിക് അനീമിയ ഉദാഹരണമാണ്. ലിവർ ഡാമേജ് കാരണമാണ് ജോണ്ടിസ് എങ്കിൽ അത് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. ഉദാഹരണം ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ അഥവാ തടസ്സം കാരണം ബിലിറൂബിൻ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടാതെ ഉണ്ടാകുന്ന ജോണ്ടിസ് ആണ് എങ്കിൽ അത് പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. ഉദാഹരണം ബിലിയറി ഒബ്സ്ട്രക്ഷൻ. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ് വർദ്ധിക്കുന്നത്. ഹെപ്പാറ്റിക് ജോണ്ടിസിലാണെങ്കിലോ ടോട്ടൽ ബിലിറൂബിൻ ഇൻക്രീസ് ചെയ്യും. പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സിറം ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേഷൻ. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. സിറത്തിലാകുമ്പോഴോ ആൽബുമിനും ഗ്ലോബുലിനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോർമലായി സിറത്തിൽ കാണപ്പെടുന്ന ടോട്ടൽ പ്രോട്ടീൻസ് 6 to 8 g/dL ആണ്. പ്രോട്ടീൻ കൂടുതലായി കാണുന്ന രോഗാവസ്ഥകൾ ക്രോണിക് ലിവർ ഡിസീസ്, മൾട്ടിപ്പിൾ മൈലോമ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഡീഹൈഡ്രേഷൻ എന്നിവയാണ്. അതുപോലെ സിറം പ്രോട്ടീൻ കുറഞ്ഞു കാണുന്ന അസുഖങ്ങൾ നെഫ്രോട്ടിക് സിൻഡ്രം, മാൽ ന്യൂട്രീഷൻ, ഷോക്ക്, ബേൺസ്, ഹെമറേജ് എന്നിവയാണ്. സിറം ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേഷൻ ബൈയൂററ്റ് മെത്തേഡാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. കുപ്രിക് അയോൺസ് ഇൻ ബൈയൂററ്റ് റിയാജൻ റിയാക്ട് വിത്ത് പെപ്റ്റൈഡ് ബോൺസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ആൻ ആൽക്കലൈൻ മീഡിയം ടു ഫോം എ പർപ്പിൾ കളേർഡ് കോംപ്ലക്സ്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അതായത് ബൈയൂററ്റ് റിയാജൻറ്റിലുള്ള കുപ്രിക് അയോൺസ് പ്രോട്ടീൻസിലുള്ള പെപ്റ്റൈഡ് ബോൺസുമായി റിയാക്ട് ചെയ്ത് ആൽക്കലൈൻ മീഡിയത്തിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് ഉണ്ടാകും. കളർ ഇൻറ്റൻസിറ്റി ഈസ് മെഷേർഡ് കളറിമെട്രിക്കലി. ഇനി സിറം ആൽബുമിൻ എസ്റ്റിമേഷൻ. ആൽബുമിൻ ഈസ് സിന്തസൈസ്ഡ് ബൈ ലിവർ. ലിവറാണ് ആൽബുമിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നോർമൽ സിറം ആൽബുമിൻ ലെവൽ ഈസ് 3.5 to 4.9 g/%. സിറം ഗ്ലോബുലിൻ എസ്റ്റിമേഷനും നടത്താറുണ്ട്. നോർമൽ സിറം ഗ്ലോബുലിൻ കോൺസെൻട്രേഷൻ ഈസ് 2 to 3.5 g/% ആണ്. നോർമൽ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ ഇറ്റ് ഈസ് 2:1. The A/G ratio may be decreased or reversed in liver disease. കരൾ രോഗങ്ങളിൽ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ നോർമലായി 2:1 എന്നുള്ളത് കുറയുകയോ അല്ലെങ്കിൽ റിവേഴ്സ് ആവുകയോ ചെയ്യുന്നത് കാണുന്നു. സിറം ആൽബുമിൻ എസ്റ്റിമേഷൻ BCG മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആൽബുമിൻ ബൈൻഡ്സ് വിത്ത് ബ്രോമോക്രസോൾ ഗ്രീൻ അറ്റ് pH 4.2 to form a greenish blue colored complex. 4.2 pHൽ ബ്രോമോക്രസോൾ ഗ്രീൻ ആൽബുമിനുമായി ചേർന്ന് ഒരു ഗ്രീനിഷ് ബ്ലൂ കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഈസ് മെഷേർഡ് കളറിമെട്രിക്കലി. ഇതാണ് BCG മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. LFTയിലെ പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ആണ് ലിവർ എൻസൈംസ്. ലിവർ ഈസ് റിച്ച് ഇൻ വേരിയസ് എൻസൈംസ്. Liver diseases that leads destruction of liver cells cause release of these enzymes into blood. ധാരാളം എൻസൈമുകൾ കാണപ്പെടുന്ന അവയവമാണ് ലിവർ.
ലിവർ കോശങ്ങൾക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന കരൾ രോഗങ്ങളിൽ ഈ എൻസൈമുകൾ രക്തത്തിലേക്ക് കലർത്തപ്പെടുന്നു. ഇതാണ് ലിവർ എൻസൈമിന് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നൽകുന്നത്. പ്രധാനപ്പെട്ട ലിവർ എൻസൈംസ് ഇവയാണ്: AST, ALT, ALP, aspartate transaminase, alanine transaminase, alkaline phosphatase. AST SGOT എന്നും അറിയപ്പെടാറുണ്ട്. ALT SGPT എന്നും അറിയപ്പെടുന്നു. Serum levels of AST, ALT, ALP are increased in liver diseases. ALT value is higher than AST in liver diseases. AST, ALT, ALP എന്നിവയുടെ സീറം ലെവൽസ് ലിവർ ഡിസീസിൽ ഉയർന്നാണ് കാണപ്പെടുന്നത്. അതുപോലെ ലിവർ ഡിസീസിൽ ALTയുടെ സീറം ലെവൽ ASTയുടേതിനേക്കാൾ കൂടുതലായി കാണപ്പെടുന്നു. ഇനി ലിപ്പിഡ് പ്രൊഫൈൽ. ശരീരത്തിലെ ലിപ്പിഡ് അബ്നോർമാലിറ്റി സ്ക്രീൻ ചെയ്യാൻ സഹായകമാകുന്ന ബ്ലഡ് ടെസ്റ്റുകളുടെ പാനലിനാണ് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പ്രധാനമായും 5 ടെസ്റ്റുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്: ടോട്ടൽ കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, VLDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവയാണവ. മെഷർമെൻറ്റ് ഓഫ് സീറം ടോട്ടൽ കൊളസ്ട്രോൾ, HDL, LDL, VLDL and triglycerides provide valuable information for the risk assessment of coronary heart diseases, atherosclerosis, diagnosis of lipemia. Total cholesterol estimation, HDL, LDL, VLDL estimations, triglyceride estimation എന്നിവ കൊറോണറി ഹാർട്ട് ഡിസീസ് ഹൃദ്രോഗ സാധ്യത അറിയാനും ആർത്തറോസ്ക്ലീറോസിസിനെ അറിയാനും അതുപോലെ ലിപ്പീമിയെ കണ്ടെത്താനുമൊക്കെ സഹായിക്കുന്ന ടെസ്റ്റുകളാണ്. നോർമൽ സീറം കൊളസ്ട്രോൾ ലെവൽ ഇൻ ഹെൽത്തി യങ് അഡൽട്ട് ഈസ് 150 to 200 mg/%. സിറം കൊളസ്ട്രോൾ ലെവൽ ഉയർന്നു കാണപ്പെടുന്ന അവസ്ഥയാണ് ഹൈപ്പർ കൊളസ്ട്രോളീമിയ. ഇൻക്രീസ് ഇൻ സീറം കൊളസ്ട്രോൾ ഈസ് ഫൗണ്ട് ഇൻ ഡയബറ്റീസ് മെല്ലിറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഹൈപ്പോതൈറോയിഡിസം. അതുപോലെ എ ഡിക്രീസ് ഇൻ സീറം കൊളസ്ട്രോൾ ഈസ് ഫൗണ്ട് ഇൻ ഹൈപ്പർതൈറോയിഡിസം, അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആൻഡ് ഇൻ ഇൻറ്റസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ. കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞ് കാണപ്പെടുന്ന അവസ്ഥയെ ഹൈപ്പോ കൊളസ്ട്രോളീമിയ എന്ന് വിളിക്കുന്നു. ഫാറ്റ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് ആണ് ലിപ്പോപ്രോട്ടീൻസ്. ദേ ഇൻക്ലൂഡ്സ് high density lipoproteins HDL, low density lipoproteins LDL, very low density lipoproteins VLDL. HDL ആണ് കൊളസ്ട്രോളിനെ ലിവറിലേക്ക് എക്സ്ക്രീഷന് വേണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് HDL കൊളസ്ട്രോളിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. HDL carries cholesterol from peripheral tissues to liver for excretion. Hence it is known as good cholesterol. Optimum level of HDL cholesterol is above 60 mg/%. 60 mg/%-ന് മുകളിൽ HDL കൊളസ്ട്രോൾ ലെവൽ ഉണ്ടാകുന്നതാണ് ആരോഗ്യകരം. HDL കൊളസ്ട്രോൾ 40 mg/%-നും താഴെയാകുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. LDL ആണ് കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡ്സിനെയും ലിവറിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്നത്. ആർത്തറോസ്ക്ലീറോസിസ് ഉണ്ടാകുന്നതിൽ LDL കൊളസ്ട്രോളിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുകൊണ്ടാണ് LDL കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത്. LDL കൊളസ്ട്രോളിൻ്റെ കോൺസെൻട്രേഷൻ 100 mg/%-ന് താഴെ നിൽക്കുന്നതാണ് എപ്പോഴും ആരോഗ്യകരം. High levels of blood triglycerides are found in people with hypercholesterolemia, obesity, heart problems, diabetes. Desirable serum triglycerides level is below 150 mg/%. കൂടിയ അളവിലുള്ള ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ് ലെവൽസ് ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരിലും
അമിതവണ്ണമുള്ളവരിലും ഹൃദ്രോഗമുള്ളവരിലും പ്രമേഹ രോഗമുള്ളവരിലും കാണപ്പെടുന്നുണ്ട്. ആരോഗ്യകരമായ സിറം ട്രൈഗ്ലിസറൈഡ് ലെവൽസ് 150 mg/%-നും താഴെയാണ്. LDL, VLDL വാല്യൂകൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. VLDL ഈസ് ഈക്വൽ ടു ട്രൈഗ്ലിസറൈഡ്സ് ഡിവൈഡഡ് ബൈ 5. LDL ഈസ് ഈക്വൽ ടു ടോട്ടൽ കൊളസ്ട്രോൾ മൈനസ് HDL കൊളസ്ട്രോൾ പ്ലസ് VLDL കൊളസ്ട്രോൾ. Estimation of serum total cholesterol by CHOD-PAP method. Cholesterol esters are hydrolyzed by cholesterol ester hydrolase to free cholesterol and fatty acids. Cholesterol estersനെ കൊളസ്ട്രോൾ എസ്റ്റർ ഹൈഡ്രോലൈസ് എന്ന എൻസൈം ഹൈഡ്രോലൈസ് ചെയ്ത് ഫ്രീ കൊളസ്ട്രോളും ഫാറ്റി ആസിഡ്സും ഉണ്ടാക്കുന്നു. The free cholesterols are oxidized by cholesterol oxidase to cholestanol 4N31 and hydrogen peroxide. ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്രീ കൊളസ്ട്രോൾസും നേരത്തെ ഉള്ള ഫ്രീ കൊളസ്ട്രോൾസും കൊളസ്റ്റിനോൺ 4N31 എന്ന കോമ്പൗണ്ടും ഹൈഡ്രജൻ പെറോക്സൈഡുമായി കൊളസ്ട്രോൾ ഓക്സിഡൈസ് എൻസൈം ഓക്സിഡൈസ് ചെയ്യുന്നു. Peroxidase acts on hydrogen peroxide and oxygen. Peroxidase acts on hydrogen peroxide and oxygen react with 4-aminophenazone to form a red-colored compound. ഹൈഡ്രജൻ പെറോക്സൈഡും ഓക്സിജനും ചേർന്ന് പെറോക്സിഡൈസിൻ്റെ സാന്നിധ്യത്തിൽ 4-അമിനോഫിനസോണിനെ ഒരു റെഡ് കളേർഡ് കോമ്പൗണ്ടാക്കി മാറ്റുന്നു. 5 ചോദ്യങ്ങൾ കൂടിയുണ്ട്. നോട്ട് പുസ്തകത്തിൽ ഉത്തരങ്ങൾ എഴുതുക. 1. LFTയിൽ പ്രാധാന്യമുള്ള എൻസൈമുകൾ ഏതൊക്കെയാണ്? 2. ജോണ്ടിസ് എന്നാൽ എന്താണ്? 3. സീറം ബിലിറൂബിൻ, സീറം ടോട്ടൽ പ്രോട്ടീൻ, സീറം ടോട്ടൽ കൊളസ്ട്രോൾ എന്നിവയുടെ നോർമൽ അളവുകൾ എത്രയാണ്? 4. ലിപ്പിഡ് പ്രൊഫൈലിൽ ഉൾപ്പെടുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? 5. HDL കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നാം ഇതുവരെ പഠിച്ച ബയോകെമിക്കൽ എസ്റ്റിമേഷനുകളുടെ പ്രൊസീജിയറുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുക. വീഡിയോ ആവർത്തിച്ച് കാണുക. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.